ഹലോ, അപ്പോൾ നമ്മളിന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ഔട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ വെച്ച് പോകുമ്പോൾ റെഡി ആവാൻ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഓവറായിട്ട് മേക്കപ്പ് ഒന്നുമില്ല, ചെറുതായിട്ട് ഞാൻ ഒലയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് ഞാൻ നല്ലോണം വാഷ് ചെയ്തൊക്കെ വന്നതാണ് കേട്ടോ. ഇപ്പോൾ കുളിച്ച് വന്നിട്ട് ഒരു മുടി പോലും ഉണങ്ങിയിട്ടില്ല. പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് റെഡി ആവണ്ടേ. ഉപ്പയമ്മയൊക്കെ റെഡിയായി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. ഇപ്പം മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അടുത്തത് കുറച്ച് ഒരു പൊടിക്ക് ഫൗണ്ടേഷൻ. ഞാൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആട്ടോ യൂസ് ചെയ്ത്. ഇങ്ങനെ ഇപ്പോഴൊന്നും യൂസ് ചെയ്യില്ല, പുറത്തോട്ടൊക്കെ ഒന്ന് പോകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യും, ചെറുതായിട്ട് മാത്രം. മഴ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. അല്ലേ എനിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നല്ല വെയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കി കഴുത്ത് കിടക്കട്ടെ. പിന്നെ ചെറുതായിട്ടൊരു ബ്ലഷ്. കണ്ണാടി നോക്ക്, ശരിയാവുന്നില്ല. ജസ്റ്റ് ഇവിടെ ഇവിടെയൊക്കെ ബ്ലഷ് കഴിഞ്ഞ് പോയി. പിന്നെ കുറച്ചൊരു ഹൈലൈറ്റർ ഒന്ന് ജസ്റ്റ് തിളങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈലൈറ്റർ ഇട്ട് ജസ്റ്റ് ഇവിടെ മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് ഒന്ന് ഐലൈനർ ഇടണം, മുടി ഒന്ന് ജസ്റ്റ് വാരണേ. ഓക്കെ, അപ്പം മാറ്റിയിട്ട് കാണാട്ടോ. അങ്ങനെ എൻ്റെ റെഡി ആവലൊക്കെ കഴിഞ്ഞ് എനിക്ക് താഴെ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഞാൻ ഫുഡ് കഴിച്ചില്ല, മാറ്റാൻ വേണ്ടി മുകളിലോട്ട് കയറിയാണ്. അപ്പോൾ താഴെ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മൾ പോകാം കേട്ടോ. വെള്ളമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എടുത്താൽ. പിന്നെ പോകാൻ കേട്ടാൽ പിന്നെ എനിക്ക് പിന്നെ സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് പോകണം. അങ്ങനെ അവനെയൊക്കെ റെഡിയാക്കി ഞങ്ങൾ കയറിപ്പോൾ പോവാണ്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട്ടേക്ക്. ഇപ്പോൾ ഒരു മണിക്കൂറുണ്ട്. അപ്പോൾ വണ്ടി കയറി എനിക്ക് എന്തായാലും ഉറക്കം വരും. അങ്ങനെ ഈ ബേക്കിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നല്ലോണം ഉറങ്ങി. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം പിന്നെ ഞാൻ കുറേ ടൈം ഉറങ്ങുന്നുണ്ട്. അപ്പോൾ എമി കച്ചറ കളിക്കാൻ വന്നു. അപ്പോൾ എമി കച്ചറൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതായത് ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ വിടുന്ന ടൈമാണെന്ന് തോന്നുന്നു. ഫുള്ള് സ്കൂൾ ബസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ലുലു മോളിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി. അപ്പോൾ അതേ എദ്രൂഞ്ഞാലിൻ്റെ 3 കൊട്ട കാണുന്നില്ല ഗൈസ്. അങ്ങനെ അതേ ബീച്ചിലെത്തി. നമ്മളവിടെ ഇറക്കിയതിന് ശേഷം ഉപ്പക്ക് വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി നിൽക്കലും നല്ല മഴ പെയ്തു. അപ്പോൾ അതാണ് എൻ്റെ മമ്മി ഗൈസ്. മഴ കണ്ടുകൊണ്ട് നിൽക്കുക എമിലി ഫാസ്. അങ്ങനെ മഴ വീണ്ടും നല്ലപോലെ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ടൈം അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. മുറിച്ച് കടന്ന് അങ്ങോട്ട് പോയപ്പോൾ പിന്നെ നല്ല വെയിലായിരുന്നു ഗൈസ്. വെയിൽ കൊണ്ട് കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി അപ്പുറത്തോട്ട് നടന്ന് പോകുമ്പോഴാണ് കുതിരേനെ കാണുന്നത്. അപ്പോൾ എമി കുറച്ച് നേരം കുതിരേനെയൊക്കെ നോക്കി നിന്ന്. അപ്പം നമ്മൾ ചായ മേടിച്ചു. എമിക്ക് കാടമുട്ട മേടിച്ചു. പിന്നെ ഞാനും ഉമ്മയും കിടക്കാം. പിന്നെ ഞാൻ വന്നപ്പോൾ മുതൽ തപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണിത്, ഹോട്ട് ചോക്ലേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നോക്കുമ്പോൾ ഉമ്മനെയും എമിനെയും കാണുന്നില്ല. ഞാനത് വാങ്ങാൻ കയറിയപ്പോൾ അവരെ കാണുന്നില്ല. നോക്കിയപ്പോൾ അവിടെ ഇട്ടാപ്പൊട്ടി പൊട്ടിച്ചുകൊണ്ട് കാണും. എമിക്ക് പിന്നെ ബീച്ചിലെത്തി എന്തായാലും വേണ്ട ഒരു സാധനമാണിത്. അത് 2-3 പാക്ക് അവൻ എന്തായാലും പൊട്ടിച്ച് ചേർക്കും. പിന്നെ അവിടെ നിന്നപ്പോൾ കടല വെക്കാൻ വേണ്ടി ഒരാൾ വന്നപ്പോൾ നമ്മൾ കടലയൊക്കെ മേടിച്ച് കുറേ നേരം അവിടെ നിന്നു. അപ്പോൾ ഉപ്പ വരാൻ കുറച്ചും കൂടി ലേറ്റാവും. ഞങ്ങൾ 2 മണിക്കൂറിൻ്റെ അടുത്ത് ബീച്ചിൽ നിന്ന്. പിന്നെ ഇനി അധികം നിന്നാൽ അവിടെയുള്ള സാധനമൊക്കെ എമിക്ക് വാങ്ങിക്കൊടുക്കേണ്ടിരുന്നേ. യന്ത്രൂഞ്ഞാലിൻ്റെ കൊട്ടയൊക്കെ ഫിക്സ് ചെയ്തെന്ന് തോന്നുന്നു ഗൈസ് അവർ. അങ്ങനെ ഞങ്ങൾ നടന്നപ്പോൾ
എൻ്റെ ബ്രദറിൻ്റെ ഒരു ഷോപ്പുണ്ട് കോഴിക്കോട്. അങ്ങനെ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അവിടെ എത്തി നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ബ്ലൂ ലൈം വാങ്ങിച്ചു. എമിക്ക് ഫലാഫിൽ വാങ്ങിച്ചു കൊടുത്തു, ഫ്രഞ്ച് ഫ്രൈസും. അങ്ങനെ ഇതാണ് നമ്മൾ ബ്രദറിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ കോഴിക്കോട് പോകുന്നവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, കിസ്സ കഫേ അടിച്ച് നോക്കിയാൽ മതി ഗൂഗിളിൽ. അങ്ങനെ മഗ്‌രിബ് പോകാൻ കൊടുത്തപ്പോൾ ഞങ്ങളിത് നിസ്കരിക്കാൻ കയറി. ഉപ്പയും അമ്മയും പോയി, ഞാനും ഉമ്മയും നിസ്കരിച്ച് വന്നു. പിന്നെ ഞങ്ങളതേ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴത്തേ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഫുഡ് നമ്മൾ പാർസൽ വാങ്ങിയിട്ട് വീട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അതെ, ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പം നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗായ്സ്.